ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ല പഴുത്ത മാങ്ങയും പാലും കൊണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ക്രീമി ഡെസേർട്ട് ഉണ്ടാക്കാം. ഇതുണ്ടാക്കാനായിട്ട് 3 പഴുത്ത മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മാങ്ങ എടുക്കുമ്പോൾ പ്രത്യേകം നല്ല മധുരമുള്ള മാങ്ങ നോക്കി എടുക്കാൻ ശ്രദ്ധിക്കണം. ഞാൻ എടുത്തിരിക്കുന്നത് നല്ല മധുരമുള്ള മാങ്ങയാണ്. ഇത് ഇനി നല്ല വൃത്തിയാക്കി ചെറിയ ക്യൂബുകളാക്കി അരിഞ്ഞെടുക്കാം. ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വരെ ഇത് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ക്രീം തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 1/2 ലിറ്റർ പാല് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവാനായിട്ട് വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല കട്ടി വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂണേ എടുക്കുന്നുള്ളൂ. ഇത് ഒട്ടും കട്ടയില്ലാതെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ പാൽപ്പൊടി ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കിട്ടുന്നത്. ഇതിനെ നമുക്ക് ചൂടായി തുടങ്ങിയ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ പാലിൽ ചേർത്തതിന് ശേഷം കൈവിടാതെ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് മാങ്ങയുടെ മധുരവും ഒക്കെ നോക്കിയിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ. ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കാം. പാലൊക്കെ അത്യാവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഞാൻ ഈ കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ തിക്നെസ് ആവശ്യമായിട്ടുള്ളത് ആ രീതിയിലൊന്ന് കുറുക്കിയെടുക്കാം. ഞാൻ ഈ രീതിയിലാണ് എടുക്കുന്നത്. ഒരുപാട് കട്ടിയുമല്ല ഒരുപാട് ലൂസുമല്ലാത്ത ഒരു കൺസിസ്റ്റൻസിയിലാണ്. ഇനി ഇതൊന്ന് നന്നായി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതുപോലൊരു ടിഫിൻ ബോക്സിലാണ് ഞാൻ ഇത് സെറ്റ് ചെയ്യുന്നത്. ഇതിലേക്ക് മാങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. പാല് നല്ല രീതിയിൽ തണുത്തതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ചേർക്കാവൂ. ചൂടോടെ ചേർത്താൽ മാങ്ങയുടെ ടേസ്റ്റ് നല്ല വ്യത്യാസമുണ്ടാകും. തണുത്തതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഈ പാൽ ഒഴിക്കുന്നത്. ഇതിലേക്ക് നമ്മുടെ കയ്യിലുള്ള നട്ട്സ് ഏതാണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. ഞാൻ പിസ്തയും കാഷ്യൂനട്ടുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിസ്ത ചേർക്കുമ്പോൾ കുറച്ച് കൂടുതൽ ചേർക്കണം. പിസ്തയും മാങ്ങയും കൂടെ ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. മാങ്ങയ്ക്ക് പകരം നമ്മുടെ കയ്യിൽ പഴുത്ത ഏത്തപ്പഴം ഉണ്ടെങ്കിൽ അതുകൊണ്ടും ഇത് നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നല്ല മാങ്ങ കിട്ടുന്ന സീസണാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണിത്. അവർക്ക് ഒരുപാട് ഇഷ്ടമാകും. മുകളിൽ ഗാർണിഷിങ്ങിനായിട്ട് കുറച്ച് മാങ്ങ കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് തണുപ്പിച്ച് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.